ഒപ്പിച്ചു വെച്ചിട്ട് ഒറ്റയ്ക്ക് വന്നിവിടെ നിൽക്കാണല്ലേ? ഒപ്പിച്ചു വെച്ചോന്നോ? എന്ത്? നിങ്ങൾ രണ്ടാളും കൂടി എങ്ങോട്ടേക്കാ പോയത്? റോഡിൽ വെച്ച് കണ്ടപ്പോ രണ്ടാള് രണ്ട് തരത്തിലുള്ള ഉത്തരമാണല്ലോ പറഞ്ഞത്. ശരിക്കും നിങ്ങൾ എങ്ങോട്ട് പോവായിരുന്നു? അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? കുറച്ചുമുമ്പ് പോലീസ് വന്നായിരുന്നു. അവരോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. പറയാതിരുന്നത് മനഃപൂർവ്വം. പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാന്ന് തോന്നി. പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. പറയേണ്ട ആളകത്ത് കിടക്കുമല്ലേ. അതൊന്നുമല്ല, നീ മനഃപൂർവ്വം പ്രഭാവതി അമ്മയെ ചതിച്ചതാ. ചന്ദ്ര, ഇത് ഒരു ഹോസ്പിറ്റലാ. അനാവശ്യം മാത്രം പറയരുത്. ഓ, നിനക്ക് ചെയ്യാം, ഞാൻ പറയാൻ പാടില്ല. നിന്നെ കണ്ണെടുത്താ കണ്ടൂടായിരുന്നു ആ അമ്മയ്ക്ക്. അതെന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള നിന്നോടൊപ്പം ആ അമ്മ ഇറങ്ങി തിരിച്ചു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകാൻ പോയത്. നീ മനസ്സിലാക്കിയ പ്രഭാവതിയമ്മ അല്ല എന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രഭാവതിയമ്മ. അവരൊരുപാട് മാറിയിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ വെറുതെ നുണ പറയുന്നത്? പ്രഭാവതി അമ്മ മാറിയെന്നു. അവരൊരിക്കലും മാറില്ല, അതുറപ്പാ. എന്തായാലും അന്വേഷണം നടത്തുമല്ലോ, സത്യം അപ്പം പുറത്തു വരുമല്ലോ. അപ്പം മനസ്സിലാവും നിങ്ങൾ എവിടെ പോയതാണെന്നും എന്തിനു പോയതാണെന്നും. നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഒരു സിനിമ കാണാൻ. എന്തേ, വരാൻ പാടില്ലേ? അല്ലെങ്കിലും മറ്റുള്ളവരുടെ ജീവിതം നിനക്കൊരു സിനിമയാണല്ലോ. വേഗം തിരിച്ചു പോകാൻ നോക്ക്. സിദ്ധുണ്ട് ആരെവിടെ കിടക്കുന്നത്? എന്റെ ആരെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ എന്തിനാടി നീ അറിയുന്നത്? അതെ, എന്നെ ഭരിക്കാനൊന്നും വരണ്ട. ഇപ്പൊ ഞാൻ ഇൻഡിപെൻഡന്റ് ആണെന്ന് അറിയാലോ. എന്റെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് എനിക്ക് തീരുമാനിക്കാം. തീരുമാനിച്ചോ? പക്ഷേ അതിവിടെ വെച്ച് വേണ്ട. ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് സിദ്ധുണ്ട് എന്താ പ്രശ്നം? ഓ, ദേവികയോടൊപ്പം കറങ്ങി നടക്കുന്നത് ഞാൻ കാണുന്നുള്ള വിഷമം കൊണ്ടാണെങ്കിൽ അത് വേണ്ട. എനിക്കത് കണ്ട ഇപ്പൊ ഒന്നും തോന്നില്ല. അതൊന്നുമല്ല എന്റെ പ്രശ്നം. പിന്നെ നീ ഇവിടെ നിന്നാ മനഃപൂർവ്വം ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കും. കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നിന്നോളം കഴിവ് വേറെ ആർക്കും ഇല്ലല്ലോ. അപ്പൊ പേടിയുണ്ട്. പേടിയല്ലടി, അറപ്പ്. ഒരു പുഴുവിനെ കണ്ടാ നമുക്ക് എന്താ തോന്നുക? ആ അറപ്പാ എനിക്ക് നിന്നെ കാണുമ്പോ തോന്നാറ്. ഞാൻ തർക്കിക്കാനില്ല. എന്റെ ഫ്രണ്ടാ ശരത്ത്, അറിയാലോ. അത് ശരത്തിന്റെ അമ്മയാ സീരിയസ് ആയിട്ട് കിടക്കുന്നത്. എന്റെ ഫ്രണ്ടിന്റെ അമ്മയ്ക്കൊരു അപകടം പറ്റിയാ ഞാൻ ഇവിടെ വന്നിരിക്കും. സിദ്ധുണ്ടെന്നല്ല, ആര് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവില്ല. ശരത്ത് ഞാനിവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ശരി, നീ പോണ്ട. പക്ഷേ ഇവിടെ കിടന്ന് വഴക്കൊന്നുണ്ടാക്കരുത്. ഉണ്ടാക്കിയ സാർ എന്ത് ചെയ്യും? എനിക്ക് പല സംശയങ്ങളും ഉണ്ട്. കൂട്ടുകാരി അത്ര നല്ലവളാണെന്നൊന്നും വിചാരിക്കണ്ട. അവൾക്കും ഉണ്ട് പല രഹസ്യങ്ങളും താല്പര്യങ്ങളും. അതിൽ ചെന്ന് തല വെച്ച് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിച്ച സിദ്ധുവേട്ടന് കൊള്ളാം. അല്ലെങ്കിൽ പെടാൻ പോകുന്നതേ സിദ്ധുവേട്ടനായിരിക്കും.